ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ, നമ്മുടെ ദേശത്ത് വാഴട്ടെ. യേശുവിന് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുമല്ലേ. കാരണം ലോകമെമ്പാടും കളിക്കാരെന്ത് ജയിച്ചാലും അവിടെ മുട്ടുകുത്തി യേശുവിന് നന്ദി പറയണു. യേശു എന്ന നാമം വിലയേറിയതായിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാവും. അപ്പോൾ യേശു എന്ന വചനം പാലിക്കുമ്പോൾ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. ക്ഷമിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഇതൊക്കെ വല്ല പ്രസക്തമാണ്. നമ്മൾ ഓർക്കൂല എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കാനാണ്. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക, അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആ വചനങ്ങളൊക്കെ എല്ലാം ദൈവം തന്നിരിക്കുന്ന എല്ലാ വചനങ്ങളും പാലിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ ഞാൻ നല്ല സ്വഭാവമാകും. യേശുവിൻ്റെ വചനം പാലിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നല്ല സ്വഭാവമാകും. അപ്പോൾ എൻ്റെ കുടുംബം, മക്കളൊക്കെ എങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ കുടുംബം ദൈവം അനുഗ്രഹിച്ച കുടുംബമാകും. അങ്ങനെ ഓരോ കുടുംബവും അപ്പോൾ ദൈവരാജ്യം ലോകത്ത് വാഴും. യേശുമ്പരൻ ആ ദൈവരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കാനാണ് വന്നത്. ഓരോ കുടുംബങ്ങളിലും നമ്മളിലും ആ ദൈവരാജ്യം, പരിശുദ്ധാത്മാവിനാൽ ആ ദൈവരാജ്യം ഉണ്ടാകണേ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും യേശുവിൻ്റെ വചനം പാലിക്കാൻ. യേശുവിൻ്റെ വചനം പാലിക്കുമ്പോൾ എനിക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ജഡ സ്വഭാവത്തെ, കോപത്തിനെയും ക്രോധത്തിനെയും അട്ടഹാസം, എല്ലാ ചീത്ത സ്വഭാവവും, പരദൂഷണവും പൊട്ടത്തരവും കളിച്ചുവാക്കും ഇതെല്ലാം ഇനി നിന്ന് ഒഴിഞ്ഞു പോയി യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാവും. ലോകത്തിങ്ങനെ കുറ്റം പറയാത്ത ഒരു ക്യാരക്ടർ മനുഷ്യനായി, വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ മനുഷ്യനായി ജനിച്ച് ദൈവമായിട്ട് ആരാധിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു. ഒരു കുറ്റവും ലോകത്തിന് യേശുക്രിസ്തുവിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറ്റമില്ലാത്ത ആളെ തൂക്കിലേറ്റിയതാണ് യേശുക്രിസ്തുവിനെ. കുറ്റമില്ല, പാപമില്ല, ഒന്നുമില്ലാത്ത ആളെ. ഒത്തിരി യഹൂദന്മാർ ശ്രദ്ധിച്ചു, ഒരു വാക്കിലെങ്കിലും യേശുവിനെ പിടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ സാധിച്ചില്ല. ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒരു തെറ്റും ചെയ്യാത്ത. അപ്പോൾ ഇന്നിവിടെ വായിക്കണത് മാർച്ച് കഴിഞ്ഞ ഞായറാഴ്ച അല്ലായിരുന്നോ വിമൻസ് ഡേ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഒക്കെ പിടിച്ചു വയ്ക്കും. 2 ദിവസമൊക്കെ മുമ്പ് പിടിച്ചു വയ്ക്കും. ആ മാർച്ച് 8 ഒരു സ്ത്രീ ദിനത്തിന് എന്നും സ്ത്രീകളെ പറ്റി പറയണ ഫെമിനിസ്റ്റാലോ ഞാൻ. പ്രത്യേകിച്ച് അന്ന് മെസ്സേജ് ഇടേണ്ട കാര്യമില്ല. എന്നെ എല്ലാവരും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കണേ, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് പക്ഷെ ബൈബിളിൽ സ്ത്രീകളെ പറ്റി പറഞ്ഞേക്കണമെന്ന് നമുക്ക് അറിയണ്ടേ. ഇത് വായിക്കുമ്പോൾ നമുക്ക് സത്യമായിട്ട് സന്തോഷം തോന്നും കേട്ടോ. നല്ലൊരു സുഭാഷിതങ്ങൾ എന്നാട്ടോ ഇതില്. പക്ഷെ ഞാൻ വീട്ടിൽ വായിക്കണ ബൈബിളിലെ സദൃശവാക്യം 31:10 നല്ലൊരു ഭാര്യ ആർക്ക് കണ്ടെത്താം. അതിച്ചിരി നീട്ടി അപ്പുറത്തേട്ട് കൊണ്ടുപോയിട്ടെന്ന് വിളിക്കാവോ. നല്ലൊരു ഭാര്യ ആർക്ക് കണ്ടെത്താം, അവൾക്ക് രത്നങ്ങളെക്കാൾ ഏറെ മൂല്യമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു ഭാര്യയെ കിട്ടുന്ന മനുഷ്യൻ, നല്ല ഭാര്യയെ കിട്ടുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ദാനം കിട്ടുക. ശരിക്കും അതൊരു ഭയങ്കര. അപ്പം നമ്മുടെ മക്കൾക്ക്, എനിക്ക് 2 ആമക്കളാ, നല്ല പെൺപിള്ളേരെ കിട്ടണേ. എനിക്ക് പണ്ട് ആ ബോധമില്ലായിരുന്നു. പണം ഇതൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെയല്ല, പണവും ഇതും എല്ലാം നമ്മുടെ പുറകെ വന്നതാ. ദൈവം കൂടെയുള്ളവരുടെ പുറകെ അതൊക്കെ. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകല നന്മയും പിമ്പടയാ. അവളുടെ ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അയാൾക്ക് നേട്ടത്തിന് കുറവുണ്ടാകുകയില്ല. അവൾ തന്റെ ആയുഷ്കാലം മുഴുവനും അയാൾക്ക് തിന്മയല്ല നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ആട്ടിൻ രോമവും ചണവും സമ്പാദിച്ച് സ്വമനസ്സാലെ തന്റെ കരങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നു. നിങ്ങളതൊന്ന് വായിക്കണം കേട്ടോ, നിങ്ങളെപ്പറ്റി ഓരോരുത്തരെ പറ്റി പറയണത്. അവൾ കച്ചവടക്കാരന്റെ കപ്പലുകൾ പോലെയാണ്. അവൾ വിദൂരത്തിൽ നിന്ന് തന്റെ ആഹാരം കൊണ്ടുവരുന്നു. അവൾ നേരെ പുലരും മുമ്പേ തന്നെ ഉണർന്ന കുടുംബത്തിന് വേണ്ടി ആഹാരം തയ്യാറാക്കുകയും ദാസികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവൾ ഒരു നിലത്തിൽ കണ്ണുവെച്ച് അത് വാങ്ങിക്കുന്നു. അവൾ തന്റെ പ്രയത്നഫലം കൊണ്ടൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ ദൃഢമായി തന്റെ അരമുറുക്കുകയും തന്റെ കൈകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ കൈകൾക്ക് അരയൊക്കെ മുറുക്കി ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയല്ല ഇതൊക്കെ നമുക്ക് കേട്ടോ. അരയ്ക്ക് ഒക്കെ മുറുക്കം വന്നത്. അവൾ തന്റെ കച്ചവടം ലാഭകരം എന്ന് ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ അണയുന്നില്ല. എന്ന് വെച്ചാൽ രാത്രി വിളക്ക് കെട്ടുപോണമെന്നില്ല. രാത്രിയും പകലും ഒക്കെ ആ ദൈവത്തിന്റെ അനുഗ്രഹം, ആ വെളിച്ചമുണ്ടാകുന്ന കേട്ടോ അതിന്റെ ആത്മീയ അർത്ഥം. പാവങ്ങളുടെ നേരെ അവളുടെ കൈ നീട്ടുന്നു. തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവൾക്ക് മഞ്ഞിനെ പേടിക്കാനില്ല. കാരണം അവളുടെ കുടുംബം മുഴുവൻ ചുമപ്പ് കമ്പിളി ആണ് ധരിച്ചിരിക്കുന്നത്. കാരണം എന്ത് ബാധയുണ്ടെങ്കിലും യേശുക്രിസ്തു കർത്താവായിട്ടുള്ള ഒരാൾക്കും ഒരു ദോഷവും വരില്ല. പേടിയില്ല. അവിടെ ലോകത്ത് അത് വന്നു, ഇത് വന്നു, ആ പേടിയില്ല. നേർത്ത ലിനനും ധൂമവസ്ത്രവുമാണ് അവൾ ധരിക്കുന്നത്. അവളുടെ ഭർത്താവ്
ദേശത്തിലെ മൂപ്പന്മാരോടുകൂടി നഗര കവാടത്തിലിരിക്കുന്നു. അവിടെ അയാൾ അറിയപ്പെടുന്നവനാണ്. അവൾ ലിനൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു. കച്ചവടക്കാരന് ഇതിലൊക്കെ ലിനൻ ഉണ്ട് കേട്ടോ, ബൈബിളിൽ ലിനൻ എത്ര വർഷം മുമ്പ് എഴുതിയതാ, ലിനൻ ഉണ്ട് തുണി. കച്ചവടക്കാരന് അവൾ അരപ്പട്ടകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. കച്ചവടക്കാരന് അരപ്പട്ടകൾ. ശക്തിയും അന്തസ്സുമാണ് അവളുടെ പുടവ. അപ്പൊ നമ്മുടെ ആഭരണം, നമ്മൾ അണിയുന്ന പൊന്ന് വെള്ളി ഇതൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ആണ് നമ്മൾ അണിയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമോ സൗമ്യത, താഴായ്മ, കരുണ, ദയ, സ്നേഹം, ആ ആഭരണം കൊണ്ട് നമ്മൾ ദൈവം അണിയിക്കുവാണ്. വിജ്ഞാനത്തോടെ അവൾ വായ തുറക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപയാലുള്ള ഒരു സ്ത്രീ വാ തുറക്കുന്നത് വിജ്ഞാനത്തോടെയാണ്. അലിവിന്റെ പാഠം അവളുടെ നാവിലുണ്ട്. അവൾ തന്റെ കുടുംബത്തിന്റെ പെരുമാറ്റം സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. അവൾ അലസതയുടെ അപ്പം തിന്നുന്നില്ല. അവളുടെ കുട്ടികൾ എഴുന്നേറ്റ് അവളെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. ഭർത്താവും അങ്ങനെ തന്നെ അവളെ പ്രശംസിക്കുന്നു. പല സ്ത്രീകളും സാമർത്ഥ്യം കാട്ടിയിട്ടുണ്ട്, എന്നാൽ നീ അവയെല്ലാം അതിശയിക്കുന്നു. വശ്യത മിഥ്യയാണ്, സൗന്ദര്യം വ്യർത്ഥമാണ്. കർത്താവിനോടുള്ള ഭക്തിയുള്ള സ്ത്രീയോ പുകഴ്ത്തപ്പെടും. അവളുടെ പ്രയത്നഫലം അവൾക്ക് നൽകൂ. അവളുടെ പ്രവർത്തികൾ നഗര കവാടങ്ങളിൽ അവളെ പുകഴ്ത്തട്ടെ. അപ്പൊ നമ്മളെപ്പോഴും ദൈവത്തെ ആശ്രയിക്കുക. ചുമ്മാ സൗന്ദര്യത്തിലോ അതിലൊന്നും ഒരു കാര്യമില്ല. എന്നോർത്ത് സൗന്ദര്യം വേണ്ടെന്നൊന്നുമല്ല, അതിലൊന്നും അല്ല കാര്യം. ഒരു മനുഷ്യന്റെ സൗന്ദര്യം അവരുടെ ക്യാരക്ടറാണ്. നമുക്ക് ആ നല്ല ക്യാരക്ടർ ഉണ്ടാകട്ടെ. നമ്മുടെ സൗമ്യതയും താഴായ്മയും ഒക്കെ അറിയപ്പെടട്ടെ. അത് യേശുവിൻ്റെ സ്വഭാവമായി നമ്മളീ വന്നു ലോകം അറിയപ്പെടുമാറ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മളൊരു അനുഗ്രഹമായി മാറട്ടെ. അപ്പോൾ നമുക്കിനി അതിമനോഹരമായ നമ്മുടെ മുടിയുടെ വീഡിയോയിലേക്ക് കണ്ടാലോ? അപ്പം മുടി നമ്മൾ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യണത്. നമ്മളിപ്പോൾ കെമിക്കൽ ഉപയോഗിക്കണില്ല. ഒരു സാധനം, ഒരു ബ്ലീച്ചോ ഒന്നും കടയിൽ യൂസ് ചെയ്യണില്ല. നമ്മൾ കെമിക്കൽ ഒന്നുമില്ല, ഓർഗാനിക്കായിട്ട് മൊത്തം തിരിഞ്ഞേക്കുവാണ്. ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഫേഷ്യലിനായാലും യൂസ് ചെയ്യണുള്ളൂ, മേക്കപ്പിനായാലും എല്ലാം ബ്രാൻഡഡ്. അതുപോലെ ഇത് കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിസ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ചെയ്യാറായി. അപ്പോൾ ഈ കളറൊക്കെ ചെയ്യുമ്പോൾ മുടിയൊന്ന് ഫ്രിസി ആകും. അപ്പോൾ ഇതൊരു കവറിങ്ങാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞൊരു കവറിങ്ങാണ്. അതിനെ തേച്ച് പിടിപ്പിക്കുമോ നമ്മൾ 10-30 പ്രാവശ്യം അയൺ ചെയ്താണ് അത് മുടിയെ തേച്ച് പിടിപ്പിക്കുന്നത്. നിങ്ങളത് ഓർക്കണ്ട, മുടിക്കൊരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. കാരണം 15-20 വർഷമായിട്ട് ഇത് ചെയ്യണം മുടിയത്. അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് അത് കഴുകിയിട്ട് നിങ്ങൾ വിടണം. ഉണങ്ങുമ്പോൾ ഒരു 5-8 മാസം നമ്മൾ ആഫ്റ്റർ കെയറോടെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ കിടക്കും. പിന്നെ തലേന്ന് കിളുത്ത് വന്നത് നമ്മുടെ ഫുഡ് നല്ല ഫുഡായിരിക്കണം. ഇലക്കറികൾ കഴിക്കണം, നമ്മൾ മുട്ട കഴിക്കണം, പച്ച കളറുള്ള ഫുഡുകൾ കഴിക്കണം, നമ്മുടെ ഹെൽത്ത് പ്രോട്ടീനുകൾ കഴിക്കണം. അപ്പം നമുക്ക് മുടി ഊരിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മുടി ഊരിയാൽ എൻ്റെ ആരോഗ്യത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് നമ്മളിപ്പോൾ ഇത്രയും ചൂടല്ല, ഞാൻ ആഴ്ചയിൽ 2 ദിവസം തലകഴുകുള്ളൂ. എൻ്റെ മുടി ഊരാറില്ല. മുടി ഊരിയാൽ ഞാൻ ഏതെങ്കിലും വിറ്റാമിൻ ഗുളിക എടുത്ത് കഴിക്കും. കാരണം ഏതെങ്കിലും അല്ല സിങ്കോവൈറ്റോ വൈറ്റമിൻ സിയോ ഏതെങ്കിലുമൊക്കെ ഓർണാട്ടോ ഒരു ദിവസം കഴിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നീർക്കെട്ട് കയറിയാൽ മുടി പനി വന്നാൽ അങ്ങനെയൊക്കെ ഊരുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നെപ്പറ്റി എൻ്റെ മക്കൾക്കൊരു ശ്രദ്ധയില്ല, കെട്ടിയോന് ശ്രദ്ധയില്ല, നാട്ടുകാർക്ക് ശ്രദ്ധയില്ല. നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു യേശു നമ്മൾ ഈ വസിക്കുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായ വീഡിയോസ് കണ്ടാലോ? അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മുടിയൊക്കെ ചെയ്യാൻ വാ. മുടി ചെയ്താൽ നമ്മുടെ മേക്ക് ഓവർ 90%. ഹെയർ ആണ് ഏറ്റവും വലിയ മേക്ക് ഓവർ. 90% പെർഫെക്റ്റ് ആവും. പിന്നെ 10% ഉള്ളത് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി കണ്ടോ? ഈ മുടി ഇങ്ങനെ ഇരിക്കണേക്കാളും ഇത് ഭയങ്കര ഫ്രിസിയാണ്, ഡ്രൈനെസ്സുമാണ്. ഇതിങ്ങനെ നമുക്ക് കൈയൊക്കെ ഇട്ടാൽ അതിങ്ങനെ ഭയങ്കര. അപ്പോൾ ഈ കരാട്ടിനല്ലാണ്ട് ഇത് പറ്റൂല. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നോ കെമിക്കൽ, ഓർഗാനിക്കാണോ. കരാട്ടിൻ്റെ ഒത്തിരി കമ്പനികളുണ്ട്. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ചോദിക്കും ഞങ്ങൾ ബോട്ടോസ് ചെയ്ത്. നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ നാനോ പ്ലാസ്റ്റിക് ആയി. പിന്നെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിസ്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഏറ്റവും അപ്ഡേഷൻ അതാണ്. നല്ല റിസൾട്ടുമാണ് അതാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നല്ല അടിപൊളി റിസൾട്ട് കാണാം കേട്ടോ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം കരാട്ടിന് ഓർഗാനിക് തേച്ച് പിടിപ്പിക്കുക. 10-40 വാഷ് അവർ പറയണേ. അപ്പോൾ കഴുകുമ്പോൾ ഈ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഇങ്ങനെ കൊള്ളില്ലാത്ത പൊട്ട ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്താൽ ബ്ലീച്ചൊക്കെയുള്ള ഷാമ്പൂ ഒക്കെ കാരം ബ്ലീച്ചും ഒക്കെ ഇട്ടല്ല മിക്ക ഷാമ്പൂ ചെളി പോകാൻ. അങ്ങനത്തെ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ അത് പോകും. അത് കാരണമാണ് ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഇതിൻ്റെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ. അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ആഫ്റ്റർ കെയർ നമ്മൾ മുടി കരാട്ടം ചെയ്തില്ലേ പോലും ഇതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. താരനൊക്കെ എല്ലാവരും പ്രതിനിധീകരിക്കുമ്പോൾ ഞാൻ ഈ ഷാമ്പൂ കൊടുക്കണേ. കാരണം അതിന് മോയ്സ്ചറൈസിങ്ങാണ്.
അത് തലയൂട്ടിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ താരനൊക്കെ പോകും. പിന്നെ താരൻ്റെ ഷാമ്പൂ ഒക്കെ ഇടുന്നവർക്കേ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവുക. ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. ചെയ്യാം ഹെയർ മേക്കോർ കഴിഞ്ഞേ ഞാൻ പറഞ്ഞില്ല യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്നത് കേട്ടോ. ആവശ്യത്തിന് മുടിയില്ലേ ഇതിന് വേണ്ടോരു മുടിയുണ്ടായിരുന്നെന്ന് പറഞ്ഞേ. ഇത് തെറ്റിദ്ധാരണയാട്ടോ. നല്ല വിദ്യാഭ്യാസം ഇവരുള്ള ആൾക്കാരെ എനിക്ക് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പണ്ട് മുടി വെട്ടിയിട്ടുണ്ട് പിന്നെ വളർന്നതിൽ നിന്ന്. എനിക്കും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച കാരണം എനിക്കറിയാം. എൻ്റെ മുടി ഇങ്ങനെ പനങ്കല പോലെ ഇരുന്നപ്പോഴാണ് എനിക്ക് പണ്ടും എന്നെ മുടി അറിയില്ലാത്ത ആരുമില്ല. ഫെദർ വെട്ടാൻ ഞാൻ എറണാകുളത്ത് വലിയൊരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയതാണ്. ആ പുള്ളി ഇവിടെ കിടന്ന മുടി ഇവിടെ വെച്ചങ്ങ് വെട്ടിയിട്ട് ഫെദറൂടെ വെട്ടിയപ്പോൾ ഫെദറാണോ ലെയറാണോ ഞാൻ എൻ്റെ കാനഡയിലെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് പോയത്. പുള്ളിക്കാരുടെ മുടി ഇങ്ങനെ ഇവിടെ മരം ഫെദർ വെട്ടി കിടക്കുക. പുള്ളിക്കാരന് അത് മനസ്സിലായിരുന്നു. പുള്ളി ഇങ്ങനെ വെട്ടി ഇത്ര ഷോർട്ടാക്കിട്ടോ. ഒരു 10-15 വർഷം മുമ്പാന്ന് തോന്നുന്നു. തമ്പുരാനെ എന്നെ കാണാൻ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു കടയട്ടെ. എനിക്ക് കിടന്നാൽ ഉറക്കയില്ല. രാവിലെ എന്ത് എഴുന്നേറ്റോ നീളുന്നതിന് പറഞ്ഞ് ചുരുണ്ട് കയറി. എനിക്ക് ഒട്ടും ചുളിവില്ലാത്ത കൂടി ചുരുണ്ട് കയറി. അയ്യോ, മാനസികമായിട്ട് 1-2 മാസം ഞാൻ അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് സ്ട്രെയിറ്റൻ ചെയ്തപ്പോൾ നല്ല നല്ലൊരു ഷേപ്പ്, ഭയങ്കര തിക്കുവാലോ. അപ്പം എനിക്ക് പെട്ടെന്ന് മുടി നീണ്ടു. അപ്പം നമുക്ക് ആ ടെൻഷൻ വരുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യവും ഇങ്ങനെയാട്ടോ. നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ നമ്മുടെ മുടിയിലും സ്കിന്നിലും ഒക്കെ വരും. നമ്മൾ ഭയങ്കര സന്തോഷിച്ച് പോവുക. അപ്പം നമ്മുടെ മുഖത്തിനൊക്കെ ഭയങ്കര ഭംഗി വയ്ക്കും. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, ഞാൻ ഹോസ്റ്റലിൽ പോയാൽ ഭയങ്കര രസമാണ്. വീട്ടിലെപ്പോഴും മഴക്കടിച്ച് മറളാടിച്ച് ആങ്ങാമാരോ ഹോസ്റ്റലിൽ ചിരിയോട് ചിരിയാലോ. അപ്പോൾ ഇത് കണ്ടോ അതീവ മനോഹരമായിട്ടിരിക്കണുണ്ടോ. എന്ത് ഭംഗിയാണ്. ഇപ്പം ആവശ്യത്തിന് മുടിയുണ്ട്. അത് ആദ്യം പിടിച്ച മുടിയൊന്ന് ഓർത്ത് നോക്കുക. എന്ത് ഒഴുകി കിടക്കണം, അടിപൊളിയായിട്ട് ഒഴുകി ഇങ്ങനെ ഇതൊക്കെ. അതാണ് ആ മുടിയിൽ നമുക്ക് തൊടുമ്പി ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുക. ഇനി ആഫ്റ്റർ കെയറും പിന്നെ നമുക്ക് വൈറ്റ് കെയർ ഉണ്ടെങ്കിൽ നമ്മൾ ലോറിയലിൻ്റെയോ ഷോസ്കോഫിൻ്റെയോ പിന്നെ ഇതെല്ലാം അങ്ങനെ കുറേ കമ്പനികൾ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഡാർക്ക് ബ്രൗൺ, എൻ്റെ അഭിപ്രായം ബ്ലാക്ക് ആട്ടോ എനിക്കിഷ്ടം. എനിക്കിവിടെയൊക്കെ ഡാർക്ക് ബ്രൗൺ വരുമ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഉള്ളു നോക്കിക്കില്ല. അപ്പോൾ കളറൊക്കെ ചെയ്യുക എന്നുള്ളതാട്ടോ. ഇങ്ങനെ പല സാധനം തേക്കുമ്പോൾ മുടി റഫാകും. നമ്മുടെ മുടി നമ്മുടെ സ്കിന്നൊക്കെ വിലയേറിയതായിട്ട് കഴിഞ്ഞു കേട്ടോ. ദൈവം തന്ന എല്ലാം വിലയേറി. നിങ്ങൾ വിലക്കുറഞ്ഞ ചുരിദാർ കിട്ടും, അതൊക്കെ ഒന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ ഇതിനെ വിലയേറിയതായിട്ട് കിട്ടുന്നേ. അതിന് ബ്രാൻഡ് സാധനം തന്നെ കൊടുക്കണം. ഇതൊക്കെ രാജകീയമാണ്, ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാട്. ഇതിന് നല്ല സാധനമായിട്ട് സ്കിന്നും ഹെയറും ഒക്കെ കൈകാര്യം ചെയ്യാവുള്ളേ. അപ്പോൾ വേഗം രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. മുടി മേക്കപ്പ് എല്ലാം ഉണ്ട്. വേഗം വാ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ് 1 വർഷം മുമ്പ്. 1 വർഷം 1.25 വർഷമായി അല്ലേ? അപ്പോൾ ഇപ്പം കംപ്ലീറ്റ് നീണ്ടു. മുടി ചെയ്തിട്ട് പോയതായിരുന്നു. പക്ഷേ ഇതിക്ക് കംപ്ലീറ്റ് ക്രീമൊന്നും ശരിക്കും തേച്ചിട്ടില്ല കേട്ടോ. ഇപ്പം തെളിവ് സഹിതം ഞാൻ മേടിച്ചതാണ്. നമ്മൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വിടുന്ന പോലെ തന്നെ തേക്കണം. ഇടയ്ക്ക് മൾട്ടി വിറ്റാമിൻ കഴിക്കണം, ഫുഡ് നന്നായിട്ട് കഴിക്കണം. അപ്പോൾ നന്നായിട്ട് കരുത്തിന് മുടിയുണ്ടാവും. അപ്പോൾ ചെയ്യാനിരിക്കണ കൊച്ചിൻ്റെ ഒറിജിനൽ മുടി ആ കൊച്ചിനെ ഇപ്പോൾ കാണിച്ചു തന്നത് 4 പ്രാവശ്യം ചെയ്തു. ആദ്യം വന്നപ്പം എനിക്ക് ബോധം കിട്ടിയിരിക്കും, അതിൻ്റെ മുടി ഒന്ന് കണ്ടോട്ടോ. ആ കൊച്ചിന് മുടിയില്ലാത്ത കൊച്ചിങ്ങനെ ഇപ്പോൾ എൻ്റെ അത്രയും മുടിയുണ്ടായി. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മുടി നമുക്കുണ്ടാകും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ലക്ഷ്മിയാട്ടോ പേര്. കണ്ടാ ഇങ്ങനെ കൊച്ചായിട്ട് തോന്നും, പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് അല്ലേ. 3 സുന്ദരി മക്കളും ഉണ്ട്. മുഖം കണ്ടാലും ഒക്കെ അങ്ങനെ മുഖം കാണിക്കില്ല. ഇനി എന്നാണ് അങ്ങനെ സൂചിക്കണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് കണ്ടാൽ നമ്മൾ കണ്ടിട്ട് കോളേജ് +2 കൊച്ചിനെ പോലെ ഇല്ലേ. ഇപ്പോൾ മുടിയുടെ ചെയ്തതേ കണ്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒട്ടും ഉള്ളില്ലല്ലോ. ഇത്രേ ഉള്ളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ഇതേ കണ്ടോ. ഇതിങ്ങനെ കരാട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ഉണങ്ങിയിട്ടില്ലാകുന്നു. ഇങ്ങനെ ഈ ഒന്നൊന്നിനെ തൊട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഈ സോഫ്റ്റ് ഹെയർ ഉണ്ടാവൂലേ, അങ്ങനെ ഒരു ലുക്കിൽ കിടന്നോളും. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ ഒരു സിറത്തിൻ്റെ പോലും ആവശ്യമില്ല. 5-6 മാസത്തേക്ക് സിറം പോലും വേണ്ട. ആഫ്റ്റർ കെയർ എപ്പോൾ ഷാമ്പൂ ഇട്ടാലും അതിൻ്റെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ചെയ്ത് നമ്മൾ ആഴ്ച 2 പ്രാവശ്യമൊക്കെ മുടി ഇങ്ങനെ കഴിയാൽ മതി. പിന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണയൊക്കെ കറി വയ്ക്കാനൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മുടി കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ആന മേടിച്ചിട്ട് തോട്ടി മേടിക്കണ പോലെ ആയിട്ട് അപ്പോൾ എല്ലാവരോടും പറയുന്നത് മസ്റ്റായിട്ട് ഇത് തന്നെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ മുടി ഞാൻ കഴിഞ്ഞ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ട് കൊച്ചിൻ്റെ മുടി
അപ്പോൾ അത് ഈ മോളെ കാണിച്ചു കൊടുക്കുകയത്. അപ്പോൾ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാകാവുന്നുള്ളൂ. പിന്നെ D3 മൾട്ടി വിറ്റാമിൻ മറക്കരുത്. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും, ഇപ്പം ഞാൻ തന്നെ D3 ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുറവായിട്ടൊക്കെ ഗുളിക കഴിച്ചാൽ ഓക്കെ ആക്കണം. ഹെൽത്തിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകും. പച്ചക്കറി മുട്ട എല്ലാം കഴിക്കണം. അപ്പോൾ ഈ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഒരു പ്രാവശ്യം നേരത്തെ വന്ന് നാനോപ്ലാസ്റ്റി ചെയ്ത്, അപ്പോൾ നാനോഫോഴ്സ് പ്ലാസ്റ്റി ബയോഡാൻസ് ചെയ്തോടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും വേഗമായോ മുടിയൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്. പിന്നെ ഈ മോളൊക്കെ ബിസി ജോലിക്കാരാ. അപ്പോൾ എപ്പോഴും രാവിലെ പോയി രാത്രി 7:30 തിരിച്ചു വന്നുള്ള മുടി നോക്കാൻ പോയിട്ട് ഒന്നിനും സമയം കിട്ടില്ല. കൊച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ 3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ പിള്ളേരെ നോക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യും ജോലിക്കാരുടെ അവസ്ഥ. അപ്പം ഞാൻ കൊച്ചു പറഞ്ഞതും കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുടിയൊന്നും ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി. ചുമ്മാ ഒന്ന് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ അടിച്ചിട്ട് സ്റ്റൈൽ ഇരുന്നാൽ മതി. അപ്പോൾ അതും ഒരു വലിയ ഉപകാരം. മുടിയുടെ കാര്യം ഒരു വർഷത്തേക്ക് നോക്കണ്ട. ഈ കഴിയുന്ന കാര്യം പിന്നെ ആരും കഴിയത്തില്ലല്ലോ. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും വാ. അപ്പോൾ നമുക്കിടെ അത് കോൺഫിഡൻസ് ഒക്കെ കൂടും. ശരി. ഈ മോളെ ഹെയർ മേക്കറിന് വന്നാൽ ഇത് മോളെ 2-3 ട്രിപ്പ് കൂടെ വന്നിട്ടുണ്ടല്ലേ? 2-3 ട്രിപ്പ്. മോള് പുറത്തല്ലേ? നമുക്കിപ്പോൾ ഇവിടെ ഉള്ളവരും ഉണ്ട്, പുറത്തുള്ളവരും ഉണ്ട്. അവരെല്ലാ വർഷവും വരുമ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യണം. ഇതുവരെ ഹെയർ സ്മൂത്തനിങ്, ഹെയർ റിലാക്സിങ് ഒക്കെ ആയിരുന്നു ചെയ്തത്. നമ്മളിനി കരാട്ടും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം നമ്മൾ എല്ലാവരും ഡ്രൈനെസ്. അപ്പോൾ പിന്നെ സിറം തേക്കണം. കരാട്ടിന് സിറം ഒന്നും വേണ്ട. ഞാനിപ്പോൾ എൻ്റെ 1 വർഷമായി തോന്നില്ലേ ആഫ്റ്റർ കെയർ. എനിക്ക് അപ്പടിയും വളർന്നു. കരാട്ടിൻ ചെയ്ത മുടി ചെയ്തേ ഇവിടെയൊക്കെ ഉള്ളൂ, ഇത്രയും വളർന്നാ. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കെട്ടിയോ. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ ആ മേടിച്ചോളൂ മറന്നു ഉരുട്ടി കെട്ടി 2 എക്സസൈസ് ചെയ്യുമ്പോൾ മൊത്തവും മുടി താഴെ പോകും. അത്ര സിൽക്കി ആയിട്ട് എത്ര ഡ്രൈ ഹെയർ ആണെന്ന് അറിയാൻ വേണ്ടേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാലെ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിസ് എല്ലാവരും ചോദിക്കും, ആ കരാട്ടിൻ ചെയ്യണില്ല, ഈ കരാട്ടിൻ ചെയ്തത്. അതൊക്കെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ ഏറ്റവും അപ്ഡേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ അപ്ഡേഷനിലേക്ക് പോകണ്ടേ. ഏറ്റവും പ്രീമിയം ആണ് ചെയ്യണമെങ്കിലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സെയിം റേറ്റ് കരാട്ടിൻ്റെ മേടിക്കണം കേട്ടോ. പ്രൊഡക്റ്റ് പ്രീമിയം ആണെങ്കിലും. അപ്പോൾ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിസ് ചെയ്യണേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ചെയ്ത മുടി ഇതൊക്കെ നാച്ചുറൽ ഹെയർ. യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്തിട്ട് അതിമനോഹരാകുന്ന കാഴ്ച കാണാം. വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ മോള് ഹെയർ ലാക്സിനെങ്കിലും ഇത് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൊച്ചായിരുന്നു കേട്ടോ. നന്നായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ കൊച്ചായിരുന്നു. എല്ലാം മേടിച്ചും ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊരു വലിയ ഇതാണ്. നമ്മൾ ചെയ്താലും ഇല്ലേലും നമ്മൾ ഈ ചെയ്യണ എല്ലാവരും ചോദിക്കും ആഫ്റ്റർ കെയർ എന്നാണ്. ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ ഷാമ്പു. അത് ഏറ്റവും നല്ല ഷാമ്പു യൂസ് ചെയ്യണം തലയിൽ. അല്ലെങ്കിൽ പൊട്ട ഷാമ്പു വെച്ചാൽ താരനുണ്ടാകും, മുടി ഡ്രൈ ആകും, പൊട്ടും. അപ്പോൾ ഏറ്റവും നല്ല ഷാമ്പു ആണ് അത്. എൻ്റെ മോനൊക്കെ അതാ തരണം. അവൻ്റെ മുടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് നമ്മൾ തേച്ച് നമുക്കറിയാവുന്ന എല്ലാവർക്കും അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ആഫ്റ്റർ കെയർ നമ്മൾ 1 പ്രാവശ്യം ഇവിടുന്ന് തന്നുവിടും, പൈസ തന്നിട്ടാട്ടോ. പിന്നെ നിങ്ങൾ അതിൻ്റെ 1 പ്രാവശ്യം ഞാൻ നിർബന്ധിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യുമ്പോഴും സംതൃപ്തി അല്ലാണ്ട് നമ്മൾ ഇന്ന പേസ്റ്റ് ഇട്ടാലും നമുക്ക് സംതൃപ്തിയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇത് അതുപോലെ നിങ്ങളിൽ ഇതാകും അതിൻ്റെ ഗുണം കൊണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. നോക്കടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് വ്യക്തമാണ് കരാട്ടിനാ ചെയ്തത്. കാരണം കൊച്ചി തന്നെ പറയുന്നുണ്ട് ഫ്രഷ്നെസ്, മറ്റേതൊക്കെ ഹെയർ ലാക്സിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ്നെസ്, പിന്നെ സിറോ ഒക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കരാട്ടിൻ ചെയ്താൽ സിറം പോലും വേണ്ട കേട്ടോ. എൻ്റെ മുടിയൊന്നും ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അഴിഞ്ഞു വീഴും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണ കെട്ടുമ്പോൾ അപ്പം തന്നെ അഴിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ ഈ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു അതിൻ്റെ യൂസ് ചെയ്യേണ്ട സംഭവമാണ്. ഈ എണ്ണ തേക്കണില്ലോ, എണ്ണയുടെ വിലയില്ല, വെളിച്ചെണ്ണയുടെ വിലയൊന്നും ആക്കില്ലായിരുന്നോ. വെളിച്ചെണ്ണയൊക്കെ കറി വയ്ക്കാനൊക്കെയാണ്. കലയ്ക്ക് ചെയ്യേണ്ടത് കലയ്ക്ക്. പണ്ടത്തെ കാലത്ത് നമുക്ക് അത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ഒന്നും അല്ലായിരുന്നു. ഇപ്പം എല്ലാം ഇത് എണ്ണയൊക്കെ തേച്ച് കുഴമ്പ് പോലെയൊന്നും നടക്കുന്ന ആരുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം അപ്ഡേഷൻ വേണ്ടേ. അപ്പം നമുക്ക് ആ ആഫ്റ്റർ കെയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചർ കിക്കിൻ്റെ ഷാമ്പുവാണ്. അത് ഭയങ്കര മോയ്സ്ചറൈസിങ്, മുടി ഭയങ്കര സോഫ്റ്റ് ആക്കും. അതൊക്കെയാണ് തന്നു പറഞ്ഞത്. 1 പ്രാവശ്യമാണ് ഞങ്ങളത് ചെയ്യാൻ നിർബന്ധിക്കുള്ളൂ. പിന്നെ നിങ്ങളതില്ലാണ്ട് ജീവിക്കില്ല, അതുപോലെയാവും കേട്ടോ. ഇപ്പം ആവശ്യത്തിന് ഉള്ളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് D3 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വലിയ പ്രായമൊന്നുമില്ല. വൈറ്റ് കെയർ അന്ന് പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് പാരമ്പര്യമാണെന്ന് അവർക്ക് D3 കുറവായിരിക്കുകയും ഇപ്പോഴത്തെ ഞാനും പാരമ്പര്യം. എൻ്റെ അമ്മച്ചിക്കൊക്കെ പല്ലിന് കംപ്ലൈൻ്റ് ആയിരുന്നു, മോണയ്ക്കൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാനും അത് പറഞ്ഞുകൊണ്ടിരിക്കും അമ്മച്ചിയുടെ പല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ D3 കുറവായിട്ടായിരുന്നു എനിക്ക് ആ പ്രോബ്ലം ഇല്ലാന്ന്. അമ്മച്ചിക്കും D3 കുറഞ്ഞിട്ടായിരുന്നു ആർക്കറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരിക്കൽ ചെയ്ത് ഇഷ്ടപ്പെട്ടോ. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലെന്നറിയാം. കാരണം അവരങ്ങോട്ട് തിരിഞ്ഞല്ലേ പറയണേ. പിന്നെ നമ്മളോട് ഇഷ്ടമുണ്ടായിട്ടാണ് എല്ലാ തവണയും നമ്മുടെ അടുത്ത് തന്നെയും വെച്ച് ചെയ്യാമെന്നതൊക്കെ. അപ്പോൾ
എനിക്കറിയാവുന്ന എല്ലാം ഹെയറിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് മുടിയൊക്കെ ഊരുന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ഇപ്പം എന്ന് എക്സസൈസ് ചെയ്തിട്ട് പയ്യൊന്ന് ക്ഷീണിക്കാൻ നോക്കിയതാണ്, അതേ മുടി ഊർന്നു. മുട്ട, വിറ്റാമിൻ ഗുളികകൾ ഇതൊക്കെ നമ്മൾ കഴിക്കണം, അല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. സിങ്കോവൈറ്റും ബയോട്ടിനൊക്കെ ഇടയ്ക്കൊക്കെ മുടി ഊരുമ്പോൾ അടുപ്പിച്ചൊന്ന് കഴിച്ചാൽ മതി, എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത് ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം വരിക, ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ശരിയെന്നാ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടുമില്ല, മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ലേ ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെ വീഡിയോ പിടിക്കേണ്ട. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അതിൻ്റെ പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്, ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് വർക്ക് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കി ഇട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുമ്പരാൻ വചനം ആകുന്ന യേശുമ്പരാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളുടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു ഇങ്ങനെ പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാണ് വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇതേ ഇപ്പോൾ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്ന കൊച്ചായിരുന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, നാവിൽ അതിന് അടിമയായിക്കോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു എനിക്ക് ഇനി അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖം നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മൾ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നെടുത്തിട്ട് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസം തരാൻ മതിയായവനെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ചിക്കൻ വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവട്ടെ. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ? പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ? മാവ് കായ്ക്കണമെങ്കിൽ വളരണം, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല വിൽക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പോൾ ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്.